ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും ആദർശിനെയാണ്. അങ്ങനെ ആദർശ് പറയാണ്, തറവാട്ടിലേക്ക് വന്ന മക്കളില് ഏറ്റവും കൂടുതൽ സ്നേഹം നിന്നോടാ. അത് വന്ന നാളു മുതൽ അങ്ങനെ തന്നെയാണല്ലോ മുത്തശ്ശന്. അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ രക്തം കൊടുത്തു എന്ന് അറിഞ്ഞപ്പോ തന്നെ അവർക്ക് നിന്നോടുള്ള സ്നേഹം കൂടി. ഇപ്പൊ കരള് കൊടുത്തു എന്നറിഞ്ഞപ്പം അത് പിന്നെ അതൊരിക്കലും അവർക്ക് മറക്കാൻ പറ്റില്ല നയന. അത് നമ്മൾ മനസ്സിലാക്കണം. അത് പിന്നെ ആദർശേട്ടാ, എന്നോട് ഇതുവരെ കാണിക്കാത്തൊരു സ്നേഹപ്രകടനമാണ് മുത്തശ്ശനും മുത്തശ്ശിയും കാണിച്ചത്. അത് പിന്നെ അങ്ങനെയല്ലേ ആവത്തുള്ളൂ. എന്റെ അച്ഛനും നിന്നെ എങ്ങനെ സഹായിക്കണമെന്ന് ആലോചിച്ച് നടക്കുക. എല്ലാ മനുഷ്യരും ഗതികേടൊക്കെ ഉണ്ടാകും ആദർശേട്ടാ. പലരുടെയും സഹായവും ആവശ്യമായിട്ട് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. ആ നേരത്താ എല്ലാവരെയും പരസ്പരം സഹായിക്കേണ്ടത്. അങ്ങനെയല്ലേ വേണ്ടത്. അല്ലാതെ വെറുതെ ഒന്ന് സഹായിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ കോടീശ്വരനായ മൂർത്തീസ് ഗ്രൂപ്പിന്റെ MD ഭാര്യയല്ലേ. അത് തന്നെ എൻ്റെ ഒരു വലിയ നേട്ടമാ. ഇനി അതിന്റെ പുറത്ത് എന്ത് സഹായിക്കാനാ? നിനക്ക് ഒരു നേട്ടവും കിട്ടിയിട്ടില്ല നയനെ. കല്യാണ ശേഷം നീ ശ്വാസം മുട്ടിയ അനന്തപുരി തറവാട്ടിൽ ജീവിച്ചത്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ ആദർശേട്ടാ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാ. നീ അല്ല എന്ന് പറയാനൊന്നും നോക്കണ്ട. കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് വേണ്ടത് സ്വത്തോ പണവോ ഒന്നുമല്ല, നല്ലൊരു ദാമ്പത്യമല്ലേ വേണ്ടത്. ആ ദാമ്പത്യം നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഭർത്താവിനൊപ്പം കുഞ്ഞുങ്ങളും കുടുംബവുമായിട്ട് കഴിയണമെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടാവുമോ? പക്ഷെ നിനക്കതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. നീ അതൊന്നും ആഗ്രഹിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. അല്ല, ഇത്തിരി വൈകിയാണെങ്കിലും എനിക്ക് കിട്ടേണ്ടത് കിട്ടൂലോ ആദർശേട്ടാ. ഇനി ആരെന്ത് പറഞ്ഞാലും ശരി, മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം ബിസിനസ്സിനൊപ്പം ഞാൻ നിനക്ക് സമയം മാറ്റിവെക്കും. അതാ ഞാൻ തീരുമാനിച്ചേക്കുന്നത്. നീ എത്രയും പെട്ടെന്ന് കമ്പനിയിൽ ജോയിൻ ചെയ്യണം. അതൊക്കെ പിന്നെ നമുക്ക് ആലോചിക്കാം ആദർശേട്ടാ. പിന്നെ നടക്കേണ്ട കാര്യങ്ങളല്ലേ. ഇപ്പൊ ആദർശേട്ടൻ പോയി അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്ക്. അതാ ചെയ്യേണ്ടത്. അല്ല, അതിനവിടെ അച്ഛനുണ്ടല്ലോ. അല്ല, ആദർശേട്ടൻ അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ സ്വന്തം മകനെയല്ലേ. അപ്പൊ എന്തിനാ നമ്മൾ മാറി നിൽക്കുന്നത്? അപ്പൊ മോൻ ഏതു നേരവും അരികിൽ വേണം. അതാ അമ്മയ്ക്ക് സന്തോഷം. എന്റെ ജീവന എന്നെ ജീവന എന്റെ ഭാര്യയ്ക്കും എന്റെ അമ്മയ്ക്കും. പക്ഷെ എന്റെ ഭാര്യയും എന്റെ അമ്മയും കീരിയും പാപം പോലെ. അതെന്താ അങ്ങനെ ആദർശേട്ടൻ പറഞ്ഞത്? എനിക്ക് അമ്മയോട് ദേഷ്യമൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ എന്നും അമ്മയെ സ്നേഹിക്കുകയുള്ളൂ. പക്ഷെ നിന്നെ കാണുമ്പോഴേ പത്തി വിടർത്താട് അല്ലേ എൻ്റെ അമ്മ. അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിയില്ല നയനെ. അതിനല്ലേ ആദർശേട്ടൻ മലയ്ക്ക് പോകുന്നത്. അയ്യപ്പൻ എല്ലാ കാര്യവും നോക്കിക്കോളും. അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും ആദർശേട്ടാ. അതെന്റെ വിശ്വാസമാണ്. നമ്മുടെ പ്രാർത്ഥനയല്ലേ. പ്രാർത്ഥന അയ്യപ്പൻ ഒരിക്കലും കേൾക്കാതെ ഇരിക്കില്ല. വ്രതം നോക്കി ഇത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് മലയ്ക്ക് പോകുന്ന എൻ്റെ ആദർശേട്ടനെ അയ്യപ്പനെ അനുഗ്രഹിക്കാതിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് ഇങ്ങനെ നയനയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയം കാണിക്കുന്നത് നമ്മുടെ വസന്തര മുത്തശ്ശിനെയാണ്. വസന്തര മുത്തശ്ശി കുറെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇങ്ങനെ കയ്യിലെടുക്കാണ് കേട്ടോ. ഇത് കണ്ടോണ്ട് നമ്മുടെ ജലജ വരുന്നു. ജലജ ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് കണ്ണു തള്ളാണ്. ഇതിപ്പോ എന്തിനപ്പാ ഈ ആഭരണങ്ങളൊക്കെ എടുക്കുന്നതെന്നൊന്നും അറിയത്തില്ല ജലജയ്ക്ക്. നമ്മുടെ വസന്തര നോക്കിയപ്പോ ജലജ ഇങ്ങനെ കയറി വരികയാണ് അകത്തേക്ക്. അപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, അയ്യോ, അമ്മയ്ക്ക് അച്ഛനും ഓരോ വിശേഷ ദിവസങ്ങളിൽ തന്നിട്ടുള്ള സ്വർണ്ണമാണല്ലോ ഇത്. അതിന്റെ ഭംഗിയൊക്കെ നോക്കുവാണോ? ഭംഗി നോക്കിയതല്ല, ഇതേ ഒരാൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ എടുത്തതാ. ആർക്ക് കൊടുക്കാന് ഈ ആഭരണങ്ങള്? അപ്പൊ മൂർത്തി ചോദിച്ചു, അതെന്തിനാ മോളെ നിന്നെ ബോധിപ്പിക്കേണ്ടത്? അർഹതപ്പെട്ടേണ്ട കൈകളിൽ ഇതെത്തും. അല്ല, ഇത് ആർക്കാണെന്ന് എന്നോടൊന്ന് പറഞ്ഞൂടെ? ഇപ്പൊ പറയുന്നില്ല. ഇപ്പൊ നിന്നെ ബോധിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിന്നെ ബോധിപ്പിച്ചിട്ട് ഇതാർക്കും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, നമ്മുടെ ജ്വല്ലറിയിൽ ഇപ്പൊ ഈ ഫാഷനിലുള്ള സ്വർണ്ണമൊന്നുമില്ല. ഇത് അവിടെ പോയി മോടി പിടിപ്പിക്കുകയാണെങ്കിൽ ഇത് മേടിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരില്ലേ? അതെ, ഇദ്ദേഹം തന്ന സ്വർണ്ണമൊന്നും കച്ചവടം ചെയ്യേണ്ട ഒരു കാര്യവും എനിക്കില്ല. അല്ല, അമ്മ ഇതാർക്കും കൊടുക്കാറൊന്നുമില്ലല്ലോ. പിന്നെ ഇപ്പൊ ഇത് എന്താ ഒരു മാറ്റം വന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ മൂർത്തി പറഞ്ഞു, ഇപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത് ഈ സ്വർണത്തിന് അവകാശികൾ ഉണ്ടെന്ന്. അല്ല, അതാരാ ഈ സ്വർണത്തിന് അവകാശികള്? തൽക്കാലം പറയാൻ ജലജെ മനസ്സില്ല. അല്ല, ഈ സ്വർണം മുഴുവൻ ഞാൻ വേണമെന്നൊന്നും പറയുന്നില്ല. അതിൽ ചിലതൊക്കെ ഞാൻ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞ് എടുക്കാൻ വേണ്ടി നീ ഇപ്പോഴേ നോക്കി വെച്ചിരിക്കുകയായിരുന്നല്ലേ ജലജെ? എനിക്കറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോ മൂർത്തിയും പറഞ്ഞു, അതെ അതെ, നിന്റെ മനസ്സിലുള്ളതെല്ലാം ഞങ്ങൾക്കറിയാം. നീയും നിന്റെ മോനും ഒക്കെ ഉണ്ടല്ലോ മനുഷ്യഗണത്തിൽ കൂട്ടത്തില്ല. മനുഷ്യനെ സ്നേഹിക്കുന്നില്ല. സ്വർണത്തിനും പണത്തിനും ഒക്കെ ആ മൂല്യം കൊടുക്കേണ്ടത്. മനുഷ്യന് മനുഷ്യന്റെ വില കൊടുക്കുന്ന ചിലവരുണ്ട് ഈ ഭൂമിയിൽ. അത്തരക്കാർക്ക ഇതുപോലുള്ള
അമൂല്യ നിധി അവകാശപ്പെട്ടത്. ഇതിലെ പഴയ രത്നങ്ങളൊക്കെ ഒരുപാട് പതിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് മൂല്യവും ഉണ്ട്. ദേ എന്റെ പൊന്നു വസന്തരെ, ഇതൊന്നും കേട്ടോണ്ട് നിൽക്കാതെ താൻ ആ പെട്ടി എടുത്തോണ്ട് വാടൂന്ന് പറഞ്ഞു. അങ്ങനെ ആഭരണ പെട്ടിയൊക്കെ എടുത്ത് അടച്ച് മുത്തശ്ശനും മുത്തശ്ശി ഇറങ്ങുകയാണ് കേട്ടോ. നമ്മുടെ ജലജയുടെ കിളി പാറിയിരിക്കുക. ഇനി ഇത് ആർക്കായിരിക്കും കൊടുക്കുക, എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുക എന്നൊന്നും അറിയില്ല. അങ്ങനെ ജലജ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ ജലജ അഭിയുടെ അടുത്തേക്ക് ചെല്ലുക. അഭിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, എടാ ഇതെങ്ങോട്ടാ നീ ഒരുങ്ങി കെട്ടി പോകുന്നത്? അത് ഞാൻ ഓഫീസിലേക്ക് പോവാ. എടാ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് നീ നിന്റെ മുത്തശ്ശനെയും മുത്തശ്ശിനെയും ഒന്ന് ഫോളോ ചെയ്യണം. അത് പിന്നെ എന്തിനാമേ? എടാ നിന്റെ മുത്തശ്ശിയുടെ കൈവശം വിലപിടിപ്പുള്ളതും അമൂല്യവുമായ കുറെ ആഭരണങ്ങളുണ്ടെന്ന് നിനക്കറിയാലോ. ആ സ്വർണ്ണമെല്ലാം എടുത്തോണ്ടാ പോയിരിക്കുന്നത്. അല്ല എങ്ങോട്ടാ പോയത്? അതെന്നോടാണോടോ ചോദിക്കുന്നത്? അതിനല്ലേ ഞാൻ പറഞ്ഞത് നീ പുറകെ ഒന്ന് പോകാന്. നീ ഒന്ന് പുറകെ പോയി നോക്ക്. അത് ചിലപ്പോ ഇനി ജ്വല്ലറി കൊടുത്ത് മാറാ പോയതായിരിക്കോ? ഹേയ് ഒരിക്കലുമല്ല. അമ്മയ്ക്ക് ഇപ്പൊ സ്വർണത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ടേ ഒരിക്കലും അമ്മ അത് മാറ്റി മേടിക്കുന്നു തോന്നുന്നില്ല. ഇത് വേറെ ആർക്കോ കൊടുക്കാൻ വേണ്ടിയാ. എങ്കിൽ പിന്നെ അവക്ക് കൊടുക്കാനായിരിക്കും. ആ നയനയ്ക്ക് തന്നെ. അല്ലല്ലല്ല, ചിലപ്പം അമ്മായിക്ക് കരള് കൊടുത്ത് സഹായിച്ച ആ പെൺകുട്ടിയില്ലേ, അവക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതായിരിക്കും. അത് ശരിയാ മോനെ. വേണ്ട മോനെ വേണ്ട. അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സ്വർണ്ണമാ മോനെ, അതെനിക്ക് വേണം. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും അത് ആർക്കാ കൊടുത്തതെന്ന് അറിയാതെ എനിക്കൊരു സമാധാനമില്ല. നീ വെറുതെ വാചകം അടിച്ചോണ്ട് നിൽക്കാതെ അവർക്ക് പിന്നാലെ ഒന്ന് പോയി നോക്ക്. ഒന്ന് പോയി നോക്കിയിട്ട് മോന് മനസ്സിലാക്കി ഇത് ആർക്കാ കൊടുത്തതെന്ന്. ദേ ഒരു കാര്യം പറയാം, മുത്തശ്ശൻ സ്പീഡിലൊന്നും പോകാൻ പോകുന്നില്ല. അസുഖമൊക്കെ ആയതുകൊണ്ട് തന്നെ പതിയാ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, അത് ആർക്കാ കൊടുത്തതെന്ന് പോയി നോക്ക. എങ്കിൽ പിന്നെ ശരി, ഞാൻ പോയി നോക്കിയിട്ട് വരാന്നും പറഞ്ഞ് നമ്മുടെ അഭീനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ ഇവരുടെ പുറകെ. ഏതായാലും മുത്തശ്ശനും മുത്തശ്ശിയും കാറിൽ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു വസന്തരയോട്, താൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി. അല്ല മോളോട് ചോദിച്ചിട്ട് ഇത് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മോള് സമ്മതിക്കാൻ പോകുന്നില്ല. നയനമോളുടെ അച്ഛന്റെയും അമ്മയുടെയും പേരിൽ ഒരു വീട് വാങ്ങണമെന്ന് ആദർശ് പറഞ്ഞപ്പോഴേ എനിക്ക് നേരിയ സംശയം തോന്നി തുടങ്ങിയതാ. അല്ല രക്തം ദാനമായിട്ട് കൊടുത്തതിന് അവൻ അങ്ങനെ ചെയ്തെന്നല്ലേ നമുക്ക് തോന്നിയത്. അതൊക്കെ ശരിയാ. പക്ഷെ അതല്ലെന്ന് മനസ്സിലായത് ഇപ്പോഴല്ലേ. ഏതായാലും അതിലും ആദർശ് ചെയ്തതിനേക്കാൾ വലിയ സഹായം മരുമകൾ അമ്മായിയമ്മയ്ക്ക് ചെയ്തെന്ന് നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത്ര വലിയ വീടൊക്കെ അവൻ എടുത്തു കൊടുത്തത്. അല്ലെങ്കിലും അത് അർഹതപ്പെട്ട വീട് തന്നെയാ. അപ്പോഴത്തേക്ക് നമ്മുടെ വസന്തര പറഞ്ഞു, ജലജയും ജാനകിയൊക്കെ വെച്ച് നോക്കുമ്പോ നല്ല തറവാടാ ദേവയാനിയുടേത്. അവള് സംസ്കാരമുള്ള കുടുംബത്തിൽ നിന്നാ വന്നത്. ആ ഒരു സംസ്കാരം അവക്കിപ്പൊ കിട്ടിയിട്ടില്ലല്ലോ. ഇഷ്ടമില്ലാത്ത മരുമോള് വന്നപ്പം അവളുടെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റം ഉണ്ടായി. പണ്ടൊന്നും അവൾ ഇങ്ങനെയല്ലായിരുന്നു. നല്ലൊരു മരുമകളായിരുന്നു, നല്ലൊരു അമ്മയായിരുന്നു, നല്ലൊരു ഭാര്യയായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ദൈവത്തിന്റെ കാര്യങ്ങളല്ലേ, ദൈവം തീരുമാനിക്കുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാ. ഏതായാലും നമ്മുടെ അഭി ഫോളോ ചെയ്യാണ് കേട്ടോ. ആരെ? മൂർത്തിനെയും വസന്തരനെയും. മൂർത്തി വസന്തര എങ്ങോട്ടാ പോയതെന്ന് അഭിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അഭി ഫോളോ ചെയ്തു പോവുകയാണ്. അത് മുത്തശ്ശനും മുത്തശ്ശിയും കാണുന്നില്ല. അങ്ങനെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശിന്റെയും നയനയുടെയും കനകദുർഗയുടെ ഗോവിന്ദന്റെ ഒക്കെ വീട്ടിൽ ചെന്ന് വണ്ടി നിർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങി അവരങ്ങ് പോയി. പക്ഷെ നമ്മുടെ അഭിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഈ വീട് ആരുടെയാന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ കനകദുർഗ തിണ്ണയിൽ വന്ന് നിന്നപ്പോഴത്തേക്കും ദേ ഇവര് രണ്ടും കയറി വരിക. അപ്പം ഗോവിന്ദനെ വിളിച്ചിട്ട്, ദേ ഗോവിന്ദേട്ടാ, ദേ രണ്ടുപേരും പിന്നെയും വന്നേക്കുന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ, നമസ്കാരം, കേറി വാ. ഇതെന്തു പറ്റി ഒന്നും പറയാതെ? ഇന്നലെ അങ്ങ് വന്നിട്ട് പോയതല്ലേ ഉള്ളൂ. അത് പിന്നെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. എങ്കിൽ പിന്നെ നിങ്ങൾ കയറി ഭാഗത്തിരിക്കൂ എന്നൊക്കെ പറയാ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അഭി ഇങ്ങനെ ചിന്തിക്കുക, ഓഹോ ഈ വീട് ആദർശേട്ടൻ എടുത്തു കൊടുത്ത വീടല്ലേ? ഈ വീട് ആദർശേട്ടന് നയനയ്ക്ക് ആണോ എടുത്തു കൊടുത്തത്? ഓഹോ, അപ്പൊ നയനയ്ക്ക് എടുത്തു കൊടുത്ത ഈ വീട്ടിലേക്ക് ഈ ആഭരണവുമായിട്ട് വരണമെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ടല്ലോ. അപ്പം ഈ ആഭരണം നയനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ വന്നത് എന്ന് നമ്മുടെ അഭിക്ക് മനസ്സിലായി. ഏതായാലും അഭി അത് കഴിഞ്ഞ് അങ്ങ് പോയി കേട്ടോ. പിന്നെ കാണിക്കുന്ന നമ്മുടെ മൂർത്തി മുത്തശ്ശനെയും വസന്തര മുത്തശ്ശീനെയും കനകദുർഗേനെയും ഗോവിന്ദനെയാണ്. അങ്ങനെ ഗോവിന്ദൻ പറയുക, അല്ല നിങ്ങൾ എന്താ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നത്? പിന്നെ പണ്ടൊക്കെ നിങ്ങൾ വരുമ്പം എനിക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നിങ്ങളെല്ലാം അറിഞ്ഞിട്ടാണല്ലോ വരുന്നത്. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. നിങ്ങൾ ഇവിടെ വന്ന എല്ലാ സത്യങ്ങളും അറിയോന്ന്. ഇനിയിപ്പോ സത്യങ്ങൾ അറിഞ്ഞോണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മൂർത്തി പറഞ്ഞു, സത്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു, നിങ്ങൾ പറഞ്ഞതല്ലല്ലോ. അയ്യോ
പിന്നെ മൂർത്തി സാറേ അത് പിന്നെ ഞങ്ങള് ഒന്നും പറയുമൊന്നും വേണ്ട, നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മോളുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും പൂർണ്ണമായിട്ടും ആദർശമോൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയിപ്പം എന്റെ മോനെയും മോളെയും തമ്മിൽ തെറ്റിക്കാന് ദേവയാനി എന്നല്ല ദൈവത്തിന് പോലും വിചാരിച്ചാൽ കഴിയില്ല. അപ്പൊ നമ്മുടെ മുത്തശ്ശിയും പറഞ്ഞു, ഇനിയിപ്പോ ഉണ്ടല്ലോ ആദർശിന് നയനമോളില്ലാതെ ഒരു ജീവിതമേ ഇല്ല. അവന് അതുപോലെ നയനമോളെ സ്നേഹിച്ചു തുടങ്ങി. പിന്നെ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് മോക്കൊരു സമ്മാനം കൊടുക്കാനാ. സമ്മാനമോ? ഇയാള് അമൂല്യമായിട്ട് സൂക്ഷിച്ചിരുന്ന കുറച്ച് സ്വത്തുക്കളുണ്ട്, അത് നയനമോൾക്ക് കൈമാറാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ കനകദുർഗ പറഞ്ഞു, അയ്യോ അതിന്റെ ഒന്നും കാര്യമില്ലായിരുന്നല്ലോ. അത് പിന്നെ അതൊക്കെ വേണമെന്നേ, കുറച്ച് സ്വർണ്ണമാ. അയ്യോ അതിന്റെ ഒന്നും കാര്യമില്ലായിരുന്നു, അതൊന്നും വേണ്ടായിരുന്നു. ഞങ്ങളുടെ മരുമകൾക്ക് കൊടുക്കേണ്ടത് ഞങ്ങൾ കൊടുക്കും, അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ആണോ കനകദുർഗെ? അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, അല്ലെങ്കിലും ഇത് ഞാൻ എന്റെ മോൾക്ക് കരുതി വെച്ചത് തന്നെയാ, എന്നെങ്കിലും എല്ലാം മോൾക്ക് തന്നെ കൊടുക്കുമായിരുന്നു. ഇപ്പൊ പക്ഷെ ഒരു ദിവസം മുമ്പേ എല്ലാം മോളുടെ പക്കൽ എത്തിക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാ ഞങ്ങൾ അതുമായിട്ട് വന്നത്. ഏതായാലും ഞങ്ങൾ നയനമോൾ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശി ആ സ്വർണ്ണാഭരണങ്ങളും എടുത്തോണ്ട് നയനയെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറി പോവുകയാണേ. അങ്ങനെ അകത്തേക്ക് കയറി ചെന്നപ്പോ, അയ്യോ ഇതാരാ മുത്തശ്ശിയോ എന്ന് പറഞ്ഞ് എണീക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും, വേണ്ട വേണ്ട മോൾ അവിടെ കിടന്നോ. അല്ല മോളെ, മോക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ഇനി പയ്യെ പയ്യെ നടന്നു തുടങ്ങണം. ഡോക്ടർ പറയാതെ ഒന്നും വേണ്ടാട്ടോ, അങ്ങനെ നടക്കുമൊന്നും വേണ്ട. ഏതായാലും മോക്ക് ചെറിയൊരു സമ്മാനം തരാൻ വേണ്ടിയാ ഞങ്ങള് വന്നത്. എന്ത് സമ്മാനം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓരോരോ ഫംഗ്ഷൻ വരുമ്പം എനിക്ക് ഇഷ്ടപ്പെട്ട സ്വർണം ഞാൻ ഇയാൾക്ക് വാങ്ങി കൊടുക്കായിരുന്നു. അത് വിലമതിക്കാനാകാത്ത അമൂല്യ സ്വത്തുക്കൾ തന്നെയാണ്. ഇയാളുണ്ടല്ലോ അതെല്ലാം കൂട്ടിക്കൂട്ടി വെച്ച ആഭരണങ്ങളാ ഇതൊക്കെ. ഇതിനി അവകാശപ്പെട്ടത് മോക്ക. വേണ്ടായിരുന്നു മുത്തച്ഛ, അതെന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് മോൾക്ക് തരാൻ തന്നെ. ഇനി ഇതിന്റെ അവകാശി മോളാ. ഞാൻ അമ്മയ്ക്ക് കരള് കൊടുത്ത ശേഷം ആദർശന്റെ അച്ഛനോട് ചോദിച്ചായിരുന്നു മോൾക്ക് എന്താ വേണ്ടതെന്ന്. അപ്പൊ തന്നെ ഞാൻ അതിന് മറുപടി കൊടുത്തായിരുന്നു, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈ സഹായം ചെയ്തത്, എനിക്ക് എന്റെ അമ്മയെ മാത്രം മതി. അങ്ങനെയുള്ളപ്പം ഇതൊക്കെ കൊണ്ടുവരുന്നത് എനിക്ക് വിഷമാ മുത്തശ്ശി, ഇതിന്റെ ഒന്നും കാര്യമില്ലായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ മൂർത്തി പറഞ്ഞു, അല്ല മോള് ചെയ്തതിന്റെ സഹായത്തിന്റെ പാരിതോഷികമായിട്ടൊന്നും അല്ല ഞങ്ങൾ വന്നത്, ഇതെന്തായാലും മോൾക്ക് അവകാശപ്പെട്ട സ്വർണ്ണമാ, അത് കുറച്ച് നേരത്തെ തന്നു എന്ന് മാത്രം കരുതിയാൽ മതി. അതേ മോളെ, മുത്തശ്ശൻ പറയുന്നത് ശരിയാ, ഇത്രയെങ്കിലും തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവുമോ? ഈ മുത്തശ്ശിക്ക് മനസ്സമാധാനം ഉണ്ടാവുമോ? അല്ല അന്ന് അനാമികയ്ക്ക് അമ്മ സ്വർണം കൊടുത്തപ്പം അതിന് പകരമായിട്ട് മുത്തശ്ശി എനിക്ക് കുറച്ച് സ്വർണം തന്നില്ലേ, അതൊക്കെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതൊന്നും സാരമില്ല, ഇയാള് അമൂല്യനിധിയായിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു സ്വർണ്ണമാ. ഇനിയിപ്പൊ ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് ഇതിന്റെ പേരിൽ വീട്ടിൽ ഒരു അടി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പം ഇത് മോൾക്ക് തരുന്നത്. മോള് വേറെ ഒന്നും ചിന്തിക്കേണ്ട, അർഹതയുള്ളവർക്ക് അർഹതപ്പെട്ടത് ലഭിക്കും, അങ്ങനെയാ ഞങ്ങള് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ആദർശിനെ മൂർത്തീസ് ഗ്രൂപ്പിന്റെ MD ആക്കിയത്. അതുപോലെ തന്നെയാ ഈ സ്വർണങ്ങളെല്ലാം മോളുടെ കയ്യിലാ ഇരിക്കേണ്ടത്. ഇനി സ്വത്തിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ രണ്ടാളും വേണം പങ്കിട്ട് വീതിക്കാന്. വേണ്ട മുത്തശ്ശ, അതൊക്കെ കുടുംബത്തിനകത്ത് വഴക്കിന് കാരണമാവില്ലേ? അതൊന്നും വഴക്കിന് കാരണമാവില്ല. ഞങ്ങക്ക് 100% നല്ലതെന്ന് തോന്നുന്ന കാര്യമാ ഞങ്ങൾ ചെയ്യാറുള്ളൂ. മോള് ദേവയാനിക്ക് കരള് കൊടുക്കണ്ടെന്ന് ആദർശം ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞില്ലേ, അതിട്ട് മോള് കേട്ടോ? കരള് കൊടുക്കാതിരുന്നോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാ ഇത് ഞങ്ങളുടെ തീരുമാനമാ. ഇതൊരു ചെറിയ തുടക്കമാണെന്ന് കൂട്ടിയാ മതി. ഇതിന് പിന്നാലെ ഞങ്ങൾ മനസ്സിൽ പലതും പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആ പ്ലാനൊക്കെ നടപ്പിലാക്കണം. അപ്പോഴത്തേക്കും മുത്തശ്ശി പറഞ്ഞു, അല്ല ദേവയാനിക്ക് കരള് ദാനം ചെയ്ത പെൺകുട്ടിയെ അവൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പോയി പറയട്ടെ അത് മോളാണെന്ന്. അയ്യോ അത് വേണ്ട, അതൊരിക്കലും ചെയ്യരുത് മുത്തശ്ശി, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഒരിക്കലും അമ്മ അത് അറിയരുത്. മോള് പേടിക്കണ്ട, ഞാനത് പറയാനൊന്നും പോകുന്നില്ല എന്നപ്പ തന്നെ മുത്തശ്ശി പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരി തറവാടാണ്. അപ്പൊ അനന്തപുരി തറവാട്ടില് നമ്മുടെ ജലജ ജാനകിയോട് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ജലജ പറയാ, അവനെ അങ്ങോട്ടേക്ക് വിളിച്ചപ്പോ അവൻ വീട്ടിൽ വന്നിട്ട് കാര്യം പറയാന്നാ പറഞ്ഞത്. എന്ത് പറയാനുണ്ടെന്ന് പറഞ്ഞു, ഇനി എന്തുവാണോ എന്തോ. അല്ല നമ്മൾ സംശയിക്കുന്നതായിരിക്കും സത്യം, ഏടത്തിക്ക് കരള് കൊടുത്ത് സഹായിച്ചവക്കെ സ്വർണം കൊടുക്കാൻ വേണ്ടി പോയതായിരിക്കും, അത് തന്നെയായിരിക്കും. എങ്കിലും ഇത്രയും സ്വർണ്ണമൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ ജാനകി? വല്ല 10-25 ലക്ഷം കൊടുത്താ പോരെ? അത് മതിയായിരുന്നു. ഇതിപ്പോ സ്വർണത്തോളം പണിക്കൂലിയുള്ള ആഭരണമായിട്ടാ പോയത്. ഏതായാലും ഒരു 10-25 ലക്ഷം രൂപയുടെ മുതല് കാണും അത്. അത്രവും സ്വർണമൊക്കെ കിട്ടുന്ന അവളെന്തോ ഭാഗ്യവതിയാ. ഏതായാലും വന്നല്ലോ. മോനെ കേറിവാ. എന്തായി? ആർക്കാ ആഭരണം കൊണ്ട് കൊടുത്തത്? പെട്ടെന്ന് പറ.
നീ എന്താടാ വിളിച്ചിട്ട് കാര്യമൊന്നും പറയാതിരുന്നത്, മനുഷ്യനെ ടെൻഷൻ അടിക്കാന്. അത് പിന്നെ നേരിൽ പറയുന്ന സുഖം ഫോണിലൂടെ പറഞ്ഞാൽ കിട്ടില്ലെന്ന് തോന്നി. അല്ല, ആർക്കാടാ അച്ഛനും അമ്മയും സ്വർണം കൊണ്ട് കൊടുത്തെന്ന് ജാനകി ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ അഭി പറഞ്ഞു, നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാൾക്കാ. എന്ന് വെച്ചാൽ ആർക്കാ? മുത്തശ്ശനും മുത്തശ്ശിയും ഇപ്പം അവരെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു മരുമകൾ ഉണ്ടല്ലോ ഇവിടെ. അവർക്കാ സ്വർണമായിട്ട് പോയിരിക്കുന്നത്. ഇത് കേട്ടത് ഞെട്ടിപ്പോയി കേട്ടോ നമ്മുടെ ജലജയും ജാനകിയും. എന്താടാ മോനെ നീ പറഞ്ഞത് സത്യമാ. ദേ, എവിടെയാണോ പോയി നിന്നത് മുത്തശ്ശന്റെ കാറ്? ഏടത്തിയുടെ വീട്ടില്. പിന്നെ അവർക്കല്ലാതെ മറ്റാർക്കാ സ്വർണമായിട്ട് പോയത്? ഞങ്ങള് കരുതി കരള് ദാനമായിട്ട് കൊടുത്തവൾക്ക് സ്വർണം കൊടുക്കാൻ പോയെന്നാ. അങ്ങനെ ആയിരുന്നെങ്കിൽ സഹിക്കായിരുന്നു. ഇതിപ്പോ സഹിക്കാനും പറ്റില്ലല്ലോ. അവക്കെന്തിനാ സ്വർണം കൊണ്ട് കൊടുത്തത്? മുഴുത്ത വട്ട്. മുത്തശ്ശനും മുത്തശ്ശിക്കും വട്ട്. അല്ല, അമൂല്യ നിധി പോലെ മുത്തച്ഛനും മുത്തശ്ശിയും സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണം അല്ലേ അത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക വന്നു. അപ്പൊ ജാനകി പറഞ്ഞു, അതെ അതെ, അതങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. പിന്നെ എന്തിനാ അത് കൊണ്ടു കൊടുത്തത്? ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അതറിയത്തില്ലല്ലോ മോളെ. അല്ല, അറിയത്തില്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ചോദിക്കണ്ടേ? ഒരു വീടാകുമ്പോ എല്ലാവർക്കും തുല്യത വേണ്ടേ? ഞങ്ങൾ ഇവിടെ 3 മരുമക്കളുണ്ട്. ഇതുവരെ എന്നോട് ഇത്തിരി പൊന്നു വേണമെന്ന് മുത്തശ്ശൻ ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് വല്യമ്മ സ്വർണം തന്നപ്പം അതിന് പകരമായിട്ട് മൂത്ത മരുമകൾക്ക് കൊടുക്കുകയല്ലേ ചെയ്തത്. ദേ, അതും പോരാഞ്ഞിട്ടല്ലേ മോളെ ഇപ്പൊ വീണ്ടും കൊണ്ട് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ ഇനി കൊടുക്കും ദൈവത്തിനറിയാം. അല്ല, ആ സ്വർണം കൊണ്ട് പോയെങ്കിലും മോനെ കൊടുത്തു കാണുവോ? അവക്ക് കൊടുത്തു കാണുവോ? അപ്പം ജാനകി പറഞ്ഞു, കൊടുക്കാനൊന്നും ചിലപ്പം വഴിയില്ല. അതൊക്കെ മോടി പിടിപ്പിച്ച് ചിലപ്പം ജ്വല്ലറി വെക്കാനായിരിക്കും കൊണ്ടുപോയത്. അതുപോലെയുള്ള സ്വർണം ഇനി പണിയിപ്പിച്ചെടുക്കാൻ പാടാ. അപ്പോഴത്തേക്ക് ജലജ പറഞ്ഞു, അതുപോലെയൊന്നും അച്ഛനും അമ്മയും ചെയ്യത്തില്ല. എനിക്കറിയാവുന്നത് പോലെ നിനക്കറിയില്ലല്ലോ അവരെ. അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക പറഞ്ഞു, മുത്തശ്ശന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്ന നയനയല്ലേ, അതുകൊണ്ട് അവള് തിരിച്ചു വരണമെന്ന് രണ്ടാൾക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. അതിനുവേണ്ടി ആയിരിക്കും ഇതൊക്കെ കൊണ്ട് കൊടുത്തത്. അല്ല, എങ്കിലും ഇത്രയൊക്കെ കൊടുക്കണോ? അച്ഛൻ വരുമ്പോ നേരിട്ട് തന്നെ ചോദിക്കാം, അവക്കാണോ വേറെ ആരെങ്കിലും ആണോ കൊടുത്തതെന്ന്. അപ്പൊ നമ്മുടെ അഭി പറഞ്ഞു, അല്ലാതെ പിന്നെ അങ്ങോട്ടേക്ക് സ്വർണം കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ജലജ പറഞ്ഞു, ഏടത്തി ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഏടത്തിയുടെ കരളല്ല ചങ്ക കേടാകാൻ പോകുന്നത്. അവൾക്ക് അച്ഛനും അമ്മയും സ്വർണം കൊടുക്കുന്നത് നമ്മളെക്കാൾ കൂടുതൽ ദേഷ്യമായി ഏടത്തിക്ക്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക പറഞ്ഞു, ഇനിയിപ്പൊ ഇളയവളുടെ വല്ല കല്യാണവും കാണുമോ അമ്മേ? ഇനിയിപ്പൊ അതിന് വല്ലതും കൊണ്ട് കൊടുത്തതാണോ? അതിന് പുതിയ സ്വർണം കൊടുത്താൽ പോരെ, ഇത് പഴയ സ്വർണമല്ലേ, അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി പറഞ്ഞു, ചിലപ്പോ ശരിയായിരിക്കും, അതൊക്കെ മാറ്റിയിട്ട് വേറെ സ്വർണം മേടിക്കാനാണെങ്കിലോ? ചിലപ്പോ അവക്ക് നല്ല ആലോചന വന്നു കാണും. ചിലപ്പോ ആലോചന വന്നപ്പോ അന്തസ്സുള്ള തറവാട്ടിലേക്ക് അവള് പോണമെന്ന് ചിന്തിച്ചിട്ട് അത് മുഴുവൻ അങ്ങോട്ടേക്ക് കൊണ്ട് കൊടുത്തതാണോ? ബന്ധുക്കളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പം കൂടെ നിൽക്കാനുള്ള യോഗ്യത വേണ്ടേ? അങ്ങനെ യോഗ്യതയുള്ളവരെ കിട്ടണമെങ്കിൽ കെട്ടുകണക്കിന് സ്വർണവും പണവും ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണമല്ലോ. അതിനുവേണ്ടി കൊണ്ടുപോയി കൊടുത്തതാണോ എന്ന് ആർക്കറിയാം? എനിക്ക് അങ്ങനെയാണെന്നാ തോന്നുന്നത്. എന്തായാലും ഈ വീട്ടിൽ മാത്രമേ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ എന്ന് നമ്മുടെ അനാമിക പറയാ. എന്നിട്ട് അനാമിക പറഞ്ഞു, സാധാരണ ഇളയ മക്കളോടും ഇളയ മരുമക്കളോടും ഒക്കെയാ വീടുകളിൽ വാത്സല്യം കൂടുതല്. ഇവിടെ അതില്ല. ഇവിടെ എല്ലാത്തിനും മൂത്ത മരുമകള്. എനിക്ക് സ്വർണത്തിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ സ്നേഹത്തോടെ എനിക്കത് തരുമായിരുന്നെങ്കിൽ അതൊരു സന്തോഷമല്ലായിരുന്നോ? ഇതിപ്പം അങ്ങനെ സന്തോഷിക്കണമെന്ന് അവര് കരുതി കാണും. അപ്പൊ ജാനകി പറഞ്ഞു, വേറെ ആർക്ക് സ്വർണം കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു, അത് അവക്ക് തന്നെ കൊണ്ട് കൊടുത്തല്ലോ, അത് ഓർത്തിട്ടാ എനിക്ക് സങ്കടം. അതെ അമ്മേ, അത് തന്നെ എന്റെ വിഷമം. വേറെ ആർക്ക് കൊടുത്താലും കുഴപ്പമില്ല, ഒരു അനാഥാലയത്തിന് കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു, ഇതിപ്പോ അവക്ക് കൊടുത്തതാ. എന്താ എനിക്കറിയില്ല എന്ന് പറഞ്ഞു അനാമിക കയറി പോയപ്പോഴത്തേക്ക് നമ്മുടെ ജലജ പറഞ്ഞു, ജാനകി, നിന്റെ മരുമകൾക്ക് ഭയങ്കര വിഷമമായി എന്നാ തോന്നുന്നത്. ഞാനും എന്റെ മകനും ഒക്കെ പുറമ്പോക്കാം. പക്ഷെ അങ്ങനെയല്ലല്ലോ, നീ നിന്റെ മരുമകളും അർഹതയില്ലാതെ വന്നവർക്കൊക്കെ ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കുക. പക്ഷെ അർഹതപ്പെട്ടവർക്കൊന്നും കൊടുക്കുന്നില്ല താനും. ഇവിടെ എന്തൊക്കെ കളികളാണോ നടക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളേ എന്നും പറഞ്ഞ് നമ്മുടെ ജലജ അങ്ങ് കയറി പോയിട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് വേണുവിനെയും നമ്മുടെ രേവതിനെയാണ്. അങ്ങനെ രേവതി ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തപ്പോഴത്തേക്കും, നിങ്ങൾ ഇത് കണ്ടോ, അവിടെ എന്തോ കുഴപ്പമുണ്ട്, പെണ്ണിന്റെ കുറെ മിസ് കോള് കിടപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ് വേണുവിനോട്. അപ്പൊ വേണു പറഞ്ഞു, നീ ഒന്ന് വിളിച്ചു നോക്കാൻ. അങ്ങനെ നമ്മുടെ രേവതി എടുത്ത് ഫോൺ വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ അനാമികനെ. അങ്ങനെ അനാമിക നോക്കുമ്പോഴത്തേക്ക് ഫോൺ റിങ് ചെയ്യുന്നു. അങ്ങനെ അനാമിക ഫോൺ എടുക്കുക. ഹലോ, എന്താ അമ്മ വിളിച്ചിട്ട് എടുക്കാത്തത്? അത് പിന്നെ ഞാൻ കണ്ടില്ലായിരുന്നു മോളെ, മൊബൈല് സൈലന്റിലായിരുന്നു. ഒരു അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചാൽ എടുക്കത്തില്ല. അല്ല, എന്താ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവിടെ കുഴപ്പമേ ഉള്ളൂ, കുഴപ്പം മാത്രം. എന്ത് പറ്റി മോളെ, അവിടെ എന്താ കുഴപ്പം? ഒന്നും രണ്ടും അല്ല, 100 പവനുമായിട്ടാ കളവനും പോയത്. എങ്ങോട്ട് പോയി? അവളുടെ വീട്ടിലേക്ക്, നയനയുടെ വീട്ടിലേക്ക്. നയനയുടെ വീട്ടിലേക്കോ? കിളവൻ വിശേഷ ദിവസങ്ങളിൽ കിളവിക്ക് സമ്മാനങ്ങൾ കൊടുക്കായിരുന്നു. അങ്ങനെ വാങ്ങിക്കൂട്ടിയ വിലപിടിപ്പുള്ള ആഭരണങ്ങളുമായിട്ടാ കിളവനും കിളവിയും കൂടെ മൂത്ത മരുമകളെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയത്. 100 പവനുമായിട്ട്
എന്റെ ദൈവമേ, ദേ മനുഷ്യ, നിങ്ങൾ കേട്ടോ, മോള് പറയുന്നത് കേട്ടേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ വേണു മേടിച്ചിട്ട്, അല്ല മോളെ, അങ്ങനെ പോകാനുള്ള കാരണം എന്താ? എനിക്കറിയത്തില്ല. ഇനി അവള് തിരിച്ചു വരത്തില്ല എന്ന ഭയം കൊണ്ട് സോപ്പിടാൻ പോയതാണോ എന്ന് അറിയില്ല. അയ്യോ, സോപ്പിടാൻ പറ്റിയ സാധനങ്ങള്, ഇതുപോലെ ബുദ്ധി വികസിക്കാത്ത ഇനങ്ങള് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങേരെ ആണോ എന്തോ ആ ബിസിനസ്സിലൊക്കെ വിജയിച്ചത്. എന്റെ പൊന്നച്ഛ, ആ സ്വർണം കണ്ട് എന്റെ കണ്ണ് തള്ളിപ്പോയി. അത്രയ്ക്ക് പാഷനുള്ള സ്വർണമാ. ഓരോന്നിനും ലക്ഷങ്ങൾ വില വരും. ആ കിളവിയും ചത്തെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാനൊക്കെ നടക്കുകയുള്ളൂ. എന്നാ പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്ക് എന്റെ പൊന്നച്ഛ. ഇതൊന്നും കാണാനും കേൾക്കാനും എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ വിളിച്ചത്. ദേവയാ എനിക്ക് മരുമകളെ ഇഷ്ടമല്ല. എങ്കിലും അവളെ ഹോസ്പിറ്റലിൽ അടയിരിക്കുക. അവള് അമ്മയ്ക്ക് കൂട്ടിരിക്കുന്നെന്ന് കാണിക്കാനും. അവള് മാത്രമല്ലല്ലോ, അവളുടെ അമ്മയും അച്ഛനും അനിയത്തിയും എല്ലാവരും ഹോസ്പിറ്റലിൽ വരുന്നുണ്ടല്ലോ. അവിടെയാ മോളയെ നീ പാളിപ്പോയത്. അതായിരുന്നു മോള് ശ്രദ്ധിക്കേണ്ടത്. നീ ഇപ്പൊ തന്നെ ദേവയാനിയുടെ അടുത്തെത്തി ഈ വിവരം അവരോട് പറയണം. അതുകൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ചങ്കു പെടയും. അവളോടുള്ള ദേഷ്യം കൂടുമെന്നുള്ള കാര്യം ഉറപ്പാ. മോള് ചെന്ന് എത്രയും പെട്ടെന്ന് അവരെ ചൂട് പിടിപ്പിക്കാൻ നോക്കാൻ പറഞ്ഞു. ശരി അച്ഛാന്നും പറഞ്ഞു ഫോണും വെച്ചിട്ട് നമ്മുടെ അനാമിക ഒരു നിൽക്കുകയാണ്. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. കാത്തിരിക്കാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കാം. അടുത്ത വിശേഷവുമായിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.